പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുകയാണ്. കേരളത്തിൽ ആദ്യമായി BJP ഒരു കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. ആ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ നയപ്രഖ്യാപനം, എന്തൊക്കെ പരിപാടികളാണ് ആ കോർപ്പറേഷൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. 45 ദിവസത്തിനകം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിക്കും എന്നാണ് BJP നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവകാശപ്പെട്ടിരുന്നത്. ഏതായാലും അവർ പറഞ്ഞതിന് മുമ്പേ തന്നെ 23-ാം തീയതി ഏതാണ്ട് 27 ദിവസം ആവുമ്പോഴേക്കും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മേയർ തിരുവനന്തപുരത്ത് വന്നതോടുകൂടി തന്നെ അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചലനമാണ് ഉണ്ടാക്കിയിരുന്നത്. തുടക്കത്തിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് മേയറും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ഇഷ്യൂസും, അതേപോലെ തന്നെ ശ്രീലേഖയും BJPയുടെ കൗൺസിലറും മുൻ DGPയുമായ ശ്രീലേഖയും അതുപോലെ തന്നെ പ്രശാന്ത് MLA ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊക്കെ തന്നെ BJPക്ക് അനുകൂലമായ ഒരു തരംഗമാണ് പൊതുവെ ഉണ്ടായത്. ഇപ്പോൾ തന്നെ കാര്യമായ നടപടികൾ BJP എടുത്തുകൊണ്ടിരിക്കുന്നു. മേയർക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. പൊതുവെ മേയർ രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, മേയർ BV രാജേഷിനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പൊതുവെ ആളുകളൊക്കെ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുന്നത്. മോഡിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്രകടനത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ LDFന് കാര്യമായ തിരിച്ചടി നേരിട്ടിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ഒരു ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയത്തിൽ നിന്നും മാറിയിട്ട് ഒരു മൂന്നാമതൊരു ശക്തിക്ക് വളർന്നു വരാൻ കഴിയും എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടായിരിക്കുന്നത്. അതിനെ ബലപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 45 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ആളുകൾ ഒന്നും തന്നെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ല. എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് 100% കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് എന്നാണ് BJP പറയുന്നത്. അത് കുറെയൊക്കെ ശരിയാണ് താനും. ഇവിടെ കാര്യമായ വികസനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തെ വലിയൊരു നഗരമാക്കി മാറ്റുക എന്നുള്ളൊരു പ്രഖ്യാപനമായിട്ടാണ് BJP വന്നിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചില കർമ്മ പരിപാടികളാണ് BJP നേതൃത്വം, പ്രത്യേകിച്ച് കോർപ്പറേഷൻ മേയർ BV രാജേഷിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അക്കാര്യമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുക. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ പരിപൂർണമായ പിന്തുണ, കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൻ്റെതാണെങ്കിലും മറ്റേത് മന്ത്രാലയത്തിൻ്റെതാണെങ്കിലും പരിപൂർണമായ പിന്തുണയോടുകൂടി തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് BV രാജേഷ് പറയുന്നത്. അതിന്റെ ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താൻ പോകുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കാര്യം, അദ്ദേഹം 101 വാർഡുകളിൽ കേന്ദ്രത്തിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ നൽകാൻ പറ്റും. അങ്ങനെ 5 വർഷം കൊണ്ട് ഏതാണ്ട് 20,000 പേർക്ക് വീട് നൽകാൻ പറ്റും. ഒരു കോർപ്പറേഷന് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയൊരു നേട്ടമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല നഗരങ്ങളുടെയും ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഇവിടെ മുമ്പ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കാര്യമായ പല യത്നങ്ങളും നടന്നെങ്കിലും അതൊന്നും തന്നെ ഫലവത്തായില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങുകയാണെങ്കിൽ തന്നെ മാലിന്യ സംഭരണം അത് പെട്ടെന്ന് നടത്താനും അത് അതിന്റെ സംസ്കരണം നടത്താനും കഴിയും. അപ്പം അത് ഒരു വലിയൊരു വിജയമായിരിക്കും. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും പെട്ടെന്ന് ഒരു മഴ പെയ്താൽ തിരുവനന്തപുരത്ത് മുഴുവൻ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതാണ്. അപ്പം അത് പരിഹരിക്കാനുള്ള നിരവധി പദ്ധതികളാണ് BJP നേതൃത്വം അവരെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും BJP നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, അത് സംസ്ഥാന സർക്കാരുകളാണെങ്കിലും കേന്ദ്ര സർക്കാരുകളാണെങ്കിലും നിരവധി പദ്ധതികൾ നടത്തുന്നുണ്ട്. അതിന് അനുസൃതമായ രീതിയിലുള്ള ഗംഗാ ശുചീകരണ പദ്ധതി അതേപോലുള്ള പദ്ധതികളൊക്കെ നടത്തുന്നുണ്ട്. അതിന് സമാനമായ പദ്ധതികൾ കൊണ്ട് തിരുവനന്തപുരത്തെ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് BJPയുടെ ഒരു കാഴ്ചപ്പാട്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തിയ ഗംഗാ മിഷൻ പോലെ കിള്ളിയാർ, അതുപോലെ തന്നെ പാർവതി പുത്തനാർ തുടങ്ങിയ ജലാശയങ്ങളുണ്ട്. അതിന്റെ ക്ലീനിങ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു കാര്യം. ഒരു ഭാഗത്ത് ഓരോ വാർഡിലും സൂററ്റ് മാതൃകയിലുള്ള ഡ്രെയിനേജുകൾ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട
തോടുകളൊക്കെ ശുദ്ധീകരിക്കാനുള്ള ഗംഗാ ശുദ്ധീകരണ പദ്ധതി പോലെ അതിന് സമാനമായ രീതിയിലുള്ള ശുദ്ധീകരണ പദ്ധതികളൊക്കെ പാർവതിപുത്രനാറൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ തുടങ്ങുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റുമെന്ന് BJPക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമായ പ്രവർത്തന പദ്ധതിയാണ് BJP ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ CSR ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിയാണ് BJP ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് ചില പദ്ധതികളും, കാരണം അദ്ദേഹം ഒരു വികസനത്തിന്റെ നായകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, മറ്റ് ചില പദ്ധതികളും കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം 4 ട്രെയിനുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് എല്ലാം തന്നെ തിരുവനന്തപുരമായിട്ടും അല്ലെങ്കിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ നിന്ന് മാംഗ്ലൂരിലേക്കും ഉള്ള ട്രെയിനുകൾ, അതുപോലെ തന്നെ ഗുരുവായൂർ തൃശ്ശൂർ മേഖലയിലുള്ള ട്രെയിനുകൾ, അങ്ങനെയുള്ള ട്രെയിനുകളുടെ ഉദ്ഘാടനം നടത്തുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഒരു ഇന്നൊവേഷൻ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി പ്രത്യേകിച്ച് പാപ്പനംകോട് എസ്റ്റേറ്റിൽ CSIRന്റെ സ്ഥലത്ത് 10 ഏക്കർ ഭൂമിയാണ് അവിടെ ഇതിനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഒരു ഇന്നൊവേഷൻ ഹബ്ബ്, ഇന്നൊവേഷൻ ടെക്നിക്കൽ ഓൺട്രപ്രണർഷിപ്പ് ഹബ്ബ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പരിശീലനം കൊടുക്കുക, അതുപോലെ തന്നെ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നു. അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് കൂടി ഇപ്പോൾ കടക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിലവിലുള്ള സാങ്കേതിക സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ലൈഫ് സയൻസ് പാർക്കിൽ തന്നെ അവിടെ ഡീപ് ടെക് ഇന്നൊവേഷൻ ആ പ്രോഗ്രാമും അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, ആയുർവേദ ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ടാവും, സംരംഭക പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ ഇൻക്യുബേഷൻ സെന്റർ ഉണ്ടാവും. അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ കൂടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് തന്നെ അല്ലെങ്കിൽ സാമൂഹ്യ കാലാവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരികയാണ്. കാരണം ഇവിടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വികസന പ്രക്രിയ കേരളത്തിൽ നടക്കുന്നില്ല. കേരളം എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രാഷ്ട്രീയമായ മത്സരങ്ങൾ മാത്രമാണ് നടക്കുന്നത്, ഉൽപാദനപരമായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെയുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ആസൂത്രിതമായ വികസനം, നഗരത്തിന്റെ വികസനം, ഇപ്പൊ പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തെ അതിന്റെ ഒരു ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനം കൂടി നടത്തുന്നു. പലതും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ പോലും അതിനകത്തൊരു വിഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് പറ്റാവുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു പദ്ധതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ വരവ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കാരണം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലെത്തിയിരിക്കുന്ന സമയത്ത് BJPക്ക് മാത്രമേ കേരളത്തിലെ യഥാർത്ഥ വികസനം കൊണ്ടുവരാൻ കഴിയൂ. അത് പ്രായോഗികമായിട്ട് തിരുവനന്തപുരത്ത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് മോഡിയുടെ ഈ പ്രഖ്യാപനത്തിന് പുറകിലുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ആത്മവിശ്വാസം, കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് BJPക്ക് 2 മുന്നണികളെയും പരാജയപ്പെടുത്തി വിജയിക്കാൻ കഴിഞ്ഞു. മറ്റ് 2 ലോക്സഭാ സീറ്റുകളിൽ വളരെ ചെറിയ വോട്ടിനാണ് BJP പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഒരു നഗരസഭ BJP ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പൊ കേരളത്തിലെ ഇങ്ങനത്തെ ഒരു ധ്രുവീകൃത രാഷ്ട്രീയത്തിൽ നിന്ന് പോലും BJPക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ നാന്ദി കുറിക്കാനാണ് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും.